സംസ്ഥാനത്തെ ആരോഗ്യ മേഖല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അങ്ങേയറ്റം കലുഷിതമാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ സമരം തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇപ്പോൾ OP ബഹിഷ്കരണം അടക്കം നടത്തിക്കൊണ്ടാണ് സമരവുമായി മുന്നോട്ട് പോകുന്നത്. ശസ്ത്രക്രിയകൾ തുടർച്ചയായി മുടങ്ങുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ആരോഗ്യ മേഖല ഇപ്പോൾ കലുഷിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിനിടെയായിരുന്നു നിരവധിയായ ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഉഷ ജോസഫിനുണ്ടായ ചികിത്സാ പിഴവിനെ കുറിച്ച് വാർത്തകൾ പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ ഒരു കുട്ടി, നവജാത ശിശു മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഇപ്പോഴിതാ പല ആശുപത്രികളിൽ നിന്നും ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. അത് ഒരു പരിധിവരെ നഴ്സുമാരും ഡോക്ടർമാരും തമ്മിലുള്ള ക്ലാഷിനും ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ആണ് പുറത്തു വരുന്നത്. അങ്ങനെ ആരോഗ്യരംഗം ഒന്നടങ്കം ഇപ്പോൾ കലുഷിതമാകുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരികയാണ്. അവിടെ സാധാരണക്കാരായ ആളുകൾ ആണ് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ ചെറിയ അസുഖങ്ങൾക്കൊക്കെ പോവുക എന്നത് ഏറെ പ്രയാസകരമാണ് എന്നത് മാത്രവുമല്ല, അവർ വലിയ തുകയാണ് പലപ്പോഴും ഈടാക്കുക എന്നതുകൂടിയാണ് സാധാരണക്കാരെ ബാധിക്കുന്നത്. അങ്ങനെ ആരോഗ്യ മേഖല ഒന്നടങ്കം ഇപ്പോൾ കലുഷിതമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതിനിടെയാണ് തലസ്ഥാനത്ത് ചികിത്സാ പിഴവ് എന്ന ആരോപണം പുറത്തുവരുന്നത്. കാട്ടാക്കടയിൽ കുത്തിവെപ്പിനെ തുടർന്ന് 2.5 വയസ്സുകാരി മരിച്ചു എന്നതാണ് ആരോപണം. ശ്വാസമുട്ടലിന് ചികിത്സയ്ക്ക് എത്തിയ 2.5 വയസ്സുകാരിക്ക് കയ്യിൽ കുത്തിവെപ്പുകൾ എടുക്കുകയായിരുന്നു. തുടർന്ന് അബോധാവസ്ഥയിലായ കുട്ടിയെ ഡോക്ടർമാരും നഴ്സും ചേർന്ന് മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സാരംഗ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാരംഗ്, ആരോഗ്യരംഗത്ത് നമ്മൾ വലിയ മികവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള പിഴവിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഇതിനു മുമ്പും നിരവധിയായ വാർത്തകൾ ഇത്തരത്തിൽ പിഴവുകളെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഒരു കുട്ടിയുടെ ജീവൻ കൂടി നഷ്ടപ്പെടുന്നു. അത് ചികിത്സാ പിഴവ് എന്ന് കുടുംബം പറയുന്നു. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഏറെയായി വന്നിരുന്ന ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ എല്ലാം സർക്കാർ ആശുപത്രികളിൽ നിന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ്. കാട്ടാക്കടയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഈ ഒരു കുട്ടിക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. അതായത് ചികിത്സാ പിഴവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം നിലനിൽക്കുന്നത്. ഒരു ചെറിയൊരു അലർജിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ആശുപത്രിയിലേക്ക്, അതായത് ഇതിനു മുൻപ് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ണിന് ചെറിയ രീതിയിലുള്ള അലർജി ആയി ഇതിനു മുൻപ് ഒരു സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിക്കുകയും തുടർന്ന് അതിലൊരു കുറവില്ലാത്തതുകൊണ്ട് പിന്നീട് രണ്ടാമതും ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് രാത്രിയോടുകൂടി അത് കൂടുതൽ ബുദ്ധിമുട്ട് കുട്ടി കാണിക്കുകയും ചെയ്തതോടുകൂടിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് 2 ഇഞ്ചക്ഷൻ നൽകിയെന്നാണ് പറയുന്നത്. ഇഞ്ചക്ഷൻ നൽകിയതോടുകൂടി കുട്ടിയുടെ നില കൂടുതൽ മോശമാവുകയും മുഖത്തിന്റെ ഒരു ഭാഗം കൂടുകയും ചെയ്തു എന്നാണ് ആ കുടുംബം പറയുന്നത്. പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ അവിടെ എത്തിയെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതായത് ഈ ഒരു മരണത്തിന് കാരണം അലർജി അല്ലെങ്കിൽ ഈ ഒരു ഇഞ്ചക്ഷൻ നൽകിയതിന്റെ ഭാഗമായി ഉണ്ടായ റിയാക്ഷൻ ആണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത്. അതിന് കാരണം ഈ ഒരു ഡോക്ടർമാരുടെ അല്ലെങ്കിൽ നഴ്സിന്റെ അശ്രദ്ധയാണ്. അതുമാത്രമല്ല, അരമണിക്കൂറോളം ഈ ഒരു ആശുപത്രി, സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മറ്റു റെഫർ ചെയ്യാനുള്ള ഒരു കാലതാമസം ഉണ്ടായി. കൃത്യമായ സമയത്ത് അവിടെ നിന്നും റെഫർ ചെയ്ത് മറ്റൊരു വലിയ ആശുപത്രിയിലേക്കോ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്കോ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലും കാലതാമസം ഉണ്ടായി. മാത്രമല്ല, ഈ കുടുംബത്തോട് ആലോചിക്കാതെയാണ് ഒരു റെഫർ ചെയ്ത് മാറ്റിയത് എന്നടക്കമുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായി പോലീസിന്റെ അന്വേഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുട്ടിയുടെ ജീവൻ, അതായത് ഇരട്ടക്കുട്ടിയിൽ രണ്ടാമത്തെ കുട്ടിയുടെയാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഈ ഒരു അലർജി അല്ലെങ്കിൽ ഈ ഒരു 2 ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്ന് കുട്ടി കൂടുതൽ അവശത കാണിക്കുകയും ഉടൻ തന്നെ ബോധരഹിതയാവുകയും ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് CPR മറ്റും നൽകുകയും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് മറ്റൊരു SIT മാറ്റിയപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്. ഉടൻ തന്നെ കുടുംബം ചികിത്സാ പിഴവ് ആരോപിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് പോലീസിൽ പരാതി അടക്കം നൽകിയത്. പക്ഷേ ആശുപത്രിയുടെ വിശദീകരണം എന്ന് പറയുന്നത് ഇത് ഒരു അലർജി റിയാക്ഷൻ ആയിരിക്കാം. ചില കുട്ടികൾക്ക്, വലിയവർക്കാണെങ്കിൽ പോലും ഒരു മരുന്ന് കുത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജി റിയാക്ഷൻ അത് വലിയ ഗുരുതരമായ രീതിയിലേക്ക് മരണത്തിലേക്ക് അടക്കം എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു വിശദീകരണമാണ് ആശുപത്രിയുടെ
ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പോലും ഈ ഒരു ചെറിയ കുട്ടിക്ക് ഇങ്ങനെയുള്ള ഇഞ്ചക്ഷൻ നൽകുമ്പോൾ അതിന്റെ റിയാക്ഷൻ നോക്കുന്നത് തരത്തിലുള്ള ഇഞ്ചക്ഷനും മറ്റും അത് ചെറിയ ഡോസ് അതിന് മുൻപ്, അതായത് മുഴുവൻ ഡോസ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ചെറിയ ഡോസ് നൽകുന്ന ഒരു രീതിയുണ്ട്. അത് പിന്തുടർന്നിരുന്നോ ആ സമയത്ത് ഇങ്ങനെ ഒരു റിയാക്ഷൻ കാണിക്കാതെയാണോ പിന്നീട് മുഴുവൻ ഡോസ് നൽകിയ സമയത്ത് കുട്ടിക്ക് അലർജി റിയാക്ഷൻ ഉണ്ടാവുകയും പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു അലർജിയാണെന്ന് മനസ്സിലാക്കാൻ കാലതാമസം ഉണ്ടായോ? അങ്ങനെ അടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൽ ആശുപത്രിയുടെയും ഡോക്ടറുടെയും ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അഭിലാഷ്. അതിനൊപ്പം തന്നെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് വരുന്ന വാർത്തകൾക്കൊപ്പം തന്നെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ടുള്ള വാർത്ത, അതും ചെറിയ കുട്ടിയാണ് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഭിലാഷ്. യെസ്, ഇതിലിപ്പോൾ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു വിശദീകരണം ഉണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് ചികിത്സാ പിഴവ് ആരോപണം വരുന്നു, അലർജി ആയിരുന്നു പ്രശ്നമെന്ന് പറയുന്നു. സാധാരണ ഈ കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാറില്ല. ചിലപ്പോഴൊക്കെ നമുക്കറിയാമല്ലോ, ഈ ടെസ്റ്റ് ചെയ്ത് അലർജിക് പ്രശ്നമുള്ള ആളാണെങ്കിൽ കൂടുതൽ കരുതലോടുകൂടിയൊക്കെയാണല്ലോ ചികിത്സ നൽകാറുള്ളത്. തീർച്ചയായും അഭിലാഷ്, അങ്ങനെ ഒരു വിശദീകരണം, അതായത് ഇതൊരു അലർജി റിയാക്ഷൻ, ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെയുള്ള മരുന്നിനോടുള്ള അലർജിയാണ് പെട്ടെന്ന് നൽകിയ ഡോസ് കാരണം, അല്ലെങ്കിൽ അത് ഒരു മരുന്നിനോടുള്ള 2 ഇഞ്ചക്ഷൻ നൽകിയതിനോടുള്ള ശരീരം പ്രതികരിച്ചപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടാണ് ഈ മരണത്തിലേക്ക് എത്തിച്ചതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഒപ്പം തന്നെ കൃത്യമായ ചികിത്സയാണ് നൽകിയത്. അതായത് ഈ ഒരു ബുദ്ധിമുട്ടായി വരുന്നു, അത് എല്ലാ രീതിയിലും അതിന്റെ ഭാഗങ്ങൾ, അതായത് രക്തപരിശോധനയ്ക്കായുള്ള രക്തമടക്കം ശേഖരിച്ചിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അതെല്ലാം എടുത്തതിന് ശേഷം പിന്നീടാണ് മരുന്ന് നൽകിയത്. പക്ഷേ അതിൽ അപ്പോഴും ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ഈ ഒരു നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ രീതിയിലാണോ ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വിശദീകരണം വന്നിട്ടില്ല. പക്ഷേ SAT ആശുപത്രിയിലേക്ക് എത്തിച്ചു, ഡോക്ടറും നഴ്സും ഒപ്പം ചേർന്നിരുന്നു. മാത്രമല്ല കൃത്യമായി ചികിത്സ, അതായത് കുട്ടിക്ക് ലഭ്യമാക്കേണ്ട എല്ലാ വിധത്തിലുള്ള ചികിത്സയും നൽകിയിട്ടുണ്ട്. ഡോക്ടർമാരടക്കം പറയുന്നത് ഇത് മരുന്നിനോടുള്ള റിയാക്ഷൻ ആയിരിക്കാം. പക്ഷേ അപ്പോൾ പോലും ഒരു മരുന്നിനോടുള്ള റിയാക്ഷൻ വരുമ്പോൾ പോലും അത് പെട്ടെന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു പ്രതിവിധി നൽകാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. കാരണം മരുന്നിനോടുള്ള റിയാക്ഷൻ സ്വാഭാവികമാണ്. അത് ചിലർക്ക്, അതായത് എല്ലാ മരുന്നുകളോടും ചില മരുന്നുകളോടക്കം കൃത്യമായ റിയാക്ഷൻ ഉണ്ടാവും. പക്ഷേ അതിന് എന്തുകൊണ്ട് പ്രതിവിധി നൽകാൻ കഴിഞ്ഞില്ല, മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം വരേണ്ടതുണ്ട്. ഇതെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കുടുംബം കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അഭിലാഷ്. അങ്ങനെ ആരോഗ്യരംഗത്ത് നിന്നുള്ള പിഴവുകളുമായി ബന്ധപ്പെട്ട നിരവധിയായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ കുട്ടിയുടെ അന്ത്യം സംഭവിച്ചത് എന്നതാണ് അങ്ങേയറ്റം വേദനാജനകം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിവരത്തിലേക്ക് തന്നെയാണ്, അതായത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സിസേറിയനിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധം ആണ് ഉണ്ടാകുന്നത്. ഡോക്ടർ ബിന്ദു സുന്ദറിനെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ അന്വേഷണത്തിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ട്. സാരംഗ് തന്നെ തുടരുന്നുണ്ട്. സാരംഗ്, ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഈ പിഴവ് ഡോക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നൊരു കണ്ടെത്തലുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, മറ്റ് നിരവധിയായ പിഴവുകൾ അടക്കം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റ് നീക്കങ്ങൾ എന്തൊക്കെയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടും ഈ ഡോക്ടർക്ക് കൃത്യമായ പ്രവൃത്തിയിൽ, അതായത് ഇത് ജോലിയിൽ വീഴ്ച ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലും KGMO അടക്കമുള്ള സംഘടനകൾ ഡോക്ടറെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിലെ വിവരം അനുസരിച്ച് ഇതിനൊപ്പം, അതായത് നെടുമങ്ങാട് ആശുപത്രിയിലെ OP അടക്കം ബഹിഷ്കരിച്ചുകൊണ്ട് സമാന്തരമായി ഡോക്ടർമാരുടെ സമരം മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നുണ്ട്. ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ഈ ഒരു സസ്പെൻഷൻ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഡോക്ടറുടെ വശം കൃത്യമായി മനസ്സിലാക്കാതെ അന്വേഷണം കൃത്യമായി നടത്താതെയാണ് ഈ ഒരു സസ്പെൻഷനിലേക്ക് പോയത് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ സമരം നടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഒരു ഡോക്ടറുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ, അതായത് കൈക്കൂലിയുമായി ബന്ധപ്പെട്ട ആരോപണം, അതിന്റെ മൊഴിയടക്കം കുടുംബം നൽകിയിട്ടുണ്ട്. ഭർത്താവടക്കം കൈക്കൂലി കൊടുത്തു എന്നടക്കമുള്ള വിശദീകരണം നൽകിയിരുന്നു. അതിലും ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോൾ പോലും ദയനീയമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള മരണം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഡോക്ടറുടെ വശം കൃത്യമായി കേട്ടില്ല. മാത്രമല്ല പല ആശുപത്രികളിലും സാഹചര്യം സമാനമാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള സ്റ്റാഫുകളുടെയും ഡോക്ടർമാരുടെയും അടക്കം ലഭ്യത കുറവ്, അല്ലെങ്കിൽ അവരുടെ കൃത്യമായ ജോലി സമയം ക്രമീകരിക്കാൻ പറ്റാത്തതും
അതുമായി ബന്ധപ്പെട്ട ജോലിഭാരം വർദ്ധിച്ചതുമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് എത്താൻ കാരണം. അതിനെ ഡോക്ടർ മാത്രം തെറ്റ് പറയാൻ കഴിയില്ല എന്നടക്കമാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന ആരോപിക്കുന്നത്. എന്തുതന്നെയായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക്, അതായത് ഡോക്ടർക്കെതിരെ ഏകപക്ഷീയമായ നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടനയുടെ തീരുമാനം. നമുക്കറിയാം ഇന്ന് ആറ്റുകാൽ പൊങ്കാല അടക്കം ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തീർച്ചയായും സാറിന് ഞാൻ ആ വാർത്തയിലേക്ക് വരാം. കാരണം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞിരുന്നു ആരോഗ്യ മേഖല ഒന്നടങ്കം കലുഷിതമാകുന്ന സാഹചര്യം ആണ് ഉള്ളത് എന്നത്. പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ സമരം അടക്കം തുടരുന്ന സാഹചര്യം. അവിടെയാണ് സാരംഗ് പറഞ്ഞു വെച്ചതുപോലെ ആറ്റുകാൽ പൊങ്കാല പോലെ തിരുവനന്തപുരത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം കൂടി നടക്കാൻ പോകുന്നത്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.